എന്താണ് ഈ മാക്കോലം? എങ്ങനെയാണ് മാക്കോലം ഉണ്ടാക്കുന്നത്? ഒരുപാട് പേരുടെ സംശയമായിരുന്നു. ഇന്ന് ഞാനത് ചെയ്ത് കാണിച്ച് നിങ്ങൾക്കായിട്ട് ആ ഒരു സംശയം മാറ്റിത്തരാം. എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയത് ഓൾറെഡി ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ചാണ് ഞാൻ ഈ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായി നമ്മുടെ സാധാരണ പച്ചരി നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുത്ത് ഒരു മണിക്കൂർ വെള്ളത്തിലിടണം. അതിലേക്ക് ഇതുപോലെ ഒരു പച്ചക്കർപ്പൂരം, പിന്നെ വേണ്ടത് ഏലക്കായുടെ കുരുവാണ്. തോടോടുകൂടി ഇടരുത്. ഏലക്ക കുരു, ഒപ്പം തന്നെ ഞാനിവിടെ ഒരല്പം കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒരുപാട് ഇടണ്ട, മഞ്ഞ കളർ കൂടും. ഇതെന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ, നമ്മൾ ഓൾറെഡി തോർത്തി അതിനകത്ത് ഇടുമ്പം കുറച്ച് വെള്ളത്തിൻ്റെ നനവുണ്ടല്ലോ, അതോടുകൂടി അരയ്ക്കണം. എന്നിട്ട് 1 സ്പൂൺ വെള്ളവും കൂടി അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കണം. അതിനുശേഷം നല്ല ശുദ്ധമായിട്ടുള്ള ഒരു തുണി എടുക്കണം. കട്ടി കുറഞ്ഞ തുണി മതി. നമ്മുടെ സാധാരണ മുണ്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പീസ് മതി. അതിലേക്ക് ആ ഒരു മാവ് നമ്മൾ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഞെക്കി, നമ്മൾ അതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഇതുപോലെ ഞെക്കിക്കളയണം. അതായത് നമ്മൾ അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന ആ വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഞെക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം ഞെക്കുമ്പോൾ തന്നെ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് പിഴിഞ്ഞ്, നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് എടുക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ വീണോളൂ. അങ്ങനെ വീണ് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ മാവ് കുഴയ്ക്കുമ്പോൾ കിട്ടുന്നൊരു രീതി ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇത് കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്കിത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഉരുട്ടി ഇങ്ങനെ വെക്കുക. നല്ല വെയിലത്ത് വെച്ച് നമ്മളിത് ഉണക്കിയെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വല്ലാത്ത ഒരു സ്മെല്ല് വരും. ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഞാനത് അനുഭവിച്ചതാണ്. ഒരാളെ എറിഞ്ഞിട്ടാൽ വീഴുന്ന രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും വെളിയിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പ്യുവർ വാട്ടർ ഒഴിച്ചോ റോസ് വാട്ടർ ഒഴിച്ചോ ഇത് കലക്കിയിട്ട് ഒരു തുണി മുക്കിയോ, കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈകൊണ്ടോ നമുക്ക് ഏതൊരു രീതിയിലുള്ള കോലങ്ങളും, ഇരട്ട മീനോ താമരപ്പൂവോ ഷഡ്കോണമോ എന്തു വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു യന്ത്രത്തെ നമ്മൾ പൂജിക്കുന്നതിന് തുല്യമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക.